ആബിദ് ഹുസൈൻ തങ്ങൾ MLA നമ്മോടൊപ്പം ചേരുകയാണ്. MLA ആയല്ലോ പുതുവർഷം എല്ലാ സൗകര്യങ്ങളുമായിട്ടുണ്ട്. പക്ഷെ അത്രയും നേരത്തെ ഒരുക്കം തുടങ്ങിയല്ലോ. രാവിലെ എത്തുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 7 മണിക്കൂർ അരമണിക്കൂർ ഉണ്ടാകും. പാലക്കാട് കഴിഞ്ഞു ഏകദേശം ഒരു അരമണിക്കൂറും കോൺവോയ് ആയിട്ടല്ലേ വരുന്നത്. അരമണിക്കൂർ ആളുകളുടെ ഒരു ഇതിനനുസരിച്ച് പിന്നെ വല്ലാണ്ട് കഴിയുന്നതാണ് അതിന് ബോർഡിൻ്റെ സ്ഥിതി നമുക്കറിയില്ല. ഏതായാലും പരമാവധി ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. എൻ്റെ സ്കൂളിലൊരു വലിയ ദാരുണമായ അന്ത്യമല്ലേ. അപ്പോൾ ആളുകൾ കാണാനുള്ള ഒരു സൗകര്യം കൂടി ചെയ്തു കൊടുക്കണം. നാടിൻ്റെ ഒരു വേദനയായിട്ടല്ലേ മാറിയത്. അപ്പോൾ അത് നാട്ടുകാർക്ക് പരമാവധി കാണാൻ വീടുകളിലേക്ക് എത്തിക്കാം. വിവിധ മഹല്ലകളിലായിരിക്കുമല്ലോ. വിവിധ മഹൽ ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു പാങ്ങല് ഈ മഹലിൽ 3 ആളുകൾ വരെ ഖബർസ്ഥാനിൽ തന്നെയാണ് മറവ് ചെയ്യുന്നത്. വ്യത്യസ്തങ്ങളായ മഹല്ലുകളിലാണ്. അപ്പോൾ അത് ആ ഒരു തരത്തിൽ ഏതായാലും MLA-മാരൊക്കെ ഉണ്ട്, ജനപ്രതിനിധികളെല്ലാവരും ഉണ്ട്. ഒരു നാട് ഒന്നാകെ ഈ സ്കൂളിലേക്ക് ഒഴുകെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രയേറെ ഈ നാടിനെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു സംഭവം നമുക്കറിയാവുന്നതുപോലെ വലിയ ഒരു ദുരന്തം ഈ നാടിനെ തേടിയെത്തി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരവും വേദനാജനകവുമാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ തോന്നുന്നു. നിരവധി വരുന്ന സ്ത്രീകൾ ഇവിടെ വന്ന് കാത്തിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഒരു നോക്ക് കാണാൻ, അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ. ജംഷീർ, നിരവധി പേർ പാങ്ങിലെ അമ്പലപ്പറമ്പ് സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നുണ്ട്. ഈ അധ്യാപകരെ അവസാനമായി ഒരു നോക്ക് കാണാനും അവർക്ക് യാത്രാമൊഴി നൽകാനും എത്തിയതാണ്. അവർ നനച്ചിരിക്കാതെ വന്ന ആ വാർത്ത ഒട്ടനവധി പേരെയാണ് കണ്ണീരിലാക്കിയിരിക്കുന്നത്.